In the last class we discussed about spectroscopy and electromagnetic spectrum, its different regions and different aspects of spectroscopy. In that section we learn about different levels, energy levels in a molecule, like electronic energy levels, vibrational energy levels, rotational energy levels, etc. Now we want to study the interaction of electromagnetic radiation with matter. What will happen to matter when it is interact with the electromagnetic radiation? Just think an electromagnetic radiation hit on matter. നമുക്ക് electromagnetic radiation ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. എനർജി എച്ച് ന്യൂ ആണ്, വേർ ന്യൂ ഈസ് ഫ്രീക്വൻസി, എച്ച് പ്ലാങ്ക് കോൺസ്റ്റൻ്റ് അല്ലേ. സോ വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഹിറ്റ് ഓൺ മാറ്റർ, that may be reflected. ആ റേഡിയേഷൻ ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാം, ഓർ ഇറ്റ് മേ ബി ട്രാൻസ്മിറ്റഡ്. ചിലപ്പോൾ എന്ത് സംഭവിക്കും, ആ റേഡിയേഷൻ ഇതിലൂടെ പാസ് ചെയ്യുമല്ലേ. സോ ദാറ്റ് ഈസ് ഇറ്റ് മേ ബി ട്രാൻസ്മിറ്റഡ് ഓർ ഇറ്റ് മേ ബി സ്കാറ്റേഡ്. ചില കേസിൽ എന്ത് ചെയ്യും, സ്കാറ്ററിങ് നടക്കും. ഓർ ഇൻ സം കേസസ് ഇറ്റ് മേ ബി അബ്സോർബ്ഡ്. So when radiation falls on matter, it may reflected, transmitted, scattered or absorbed. ഒരു സ്പെക്ട്രോസ്കോപ്പിസ്റ്റ് എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഹി വിൽ ലേൺ അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ടു ദി എനർജി ലെവൽസ് ഓഫ് എ മോളിക്യൂൾ വെൻ ഇറ്റ് ഇൻട്രാക്ട് വിത്ത് റേഡിയേഷൻ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ എനർജി ലെവൽസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക. വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാറ്റർ വെൻ റേഡിയേഷൻസ് ഫോൾസ് ഓൺ ഇറ്റ്. ഈ റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ഈ മാറ്ററിന് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. And you know, an electromagnetic radiation contain oscillating electric field vector and a magnetic field vector. So an electromagnetic radiation containing oscillating electric field vector and a magnetic field vector. So when such electromagnetic radiation falls on matter, it may interact with the electric field vector or magnetic field vector. Electric field component അല്ലെങ്കിൽ magnetic field component ആയിട്ട് ഇത് interaction നടക്കും. So that matter will interact with the electromagnetic radiation and that leads to absorption of frequency, absorption of radiation. Molecule എന്ത് ചെയ്യും, absorb ചെയ്യും. So absorb ചെയ്യുമ്പോൾ during the absorption the molecule will undergo a transition from lower energy level to higher energy level. Suppose E1 is the lower energy level, E2 is the higher energy level. അപ്പോൾ E1 ഉണ്ട്, E2 ഉണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ, ആദ്യം ഇങ്ങനെ നിൽക്കുന്ന മോളിക്യൂൾ ഇവിടെയായിരുന്നു അല്ലേ. സോ വെൻ റേഡിയേഷൻസ് ഫോൾസ് ഓൺ ഇറ്റ്, ഇറ്റ് വിൽ അബ്സോർബ് റേഡിയേഷൻ ആൻഡ് ദാറ്റ് വിൽ ട്രാൻസ്ഫോം ഫ്രം E1 ടു E2. E1ൽ നിന്ന് E2 സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടന്നു. അതാണ് അവിടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു നോ ദിസ് റേഡിയേഷൻ ഈസ് എച്ച് ന്യൂ റേഡിയേഷനാണ് വരുന്നത്. സോ വി ഹാവ് E2 മൈനസ് E1നെ നമുക്ക് എങ്ങനെ എഴുതാം, E2 ആണ് ഹൈ എനർജി, E2 മൈനസ് E1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് എഴുതാം അല്ലേ നമുക്ക്. സോ E1ൽ നിന്ന് E2യിലേക്ക് പോകണമെങ്കിൽ എത്ര എനർജി വേണം, ഡെൽറ്റ ഇ എനർജി വേണം. കാരണം ഇത് ഡിഫറൻസ് ഡെൽറ്റ ഇ അല്ലേ. ഈ ഡെൽറ്റ ഇ എനർജി ഈ വരുന്ന ആൾക്കുണ്ടെങ്കിൽ എച്ച് ന്യൂക്ക് ഈക്വൽ ആണെങ്കിൽ ദ റിക്വേഴ്സ് ട്രാൻസിഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ന്യൂ. ദാറ്റ് മീൻസ് ഇഫ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് എനർജി ലെവൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, ദ റിക്വേഴ്സ് ട്രാൻസിഷൻ. അല്ല, ഈ എനർജിയേക്കാൾ കുറവാണ് ഈ റേഡിയേഷൻ എങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്ത് നടക്കില്ല, എക്സൈറ്റേഷൻ കൂടുതലാണെങ്കിലും നടക്കും. എന്നിട്ട് നെറ്റ് എനർജി വേറെ പ്രോസസ്സിന് യൂസ് ചെയ്യുക. അപ്പോൾ കുറവാണെങ്കിൽ ട്രാൻസിഷൻ നടക്കില്ല. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ദ റിക്വേഴ്സ് ട്രാൻസിഷൻ. അതായത് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ഇൻ എനർജിക്ക് ഈക്വൽ ആണെങ്കിൽ ദ മോളിക്യൂൾ വിൽ എക്സൈറ്റ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി. ആൻഡ് യു നോ ദിസ് കണ്ടീഷൻ ഡെൽറ്റ ഇ equal to h nu is termed as Bohr frequency condition എന്ന് പറയും. Bohr frequency condition. ഇത് ഒബേ ചെയ്താൽ മാത്രമാണ് ട്രാൻസിഷൻ നടക്കുക. സോ വാട്ട് ഈസ് Bohr frequency condition? The difference in energy levels must be equal to h nu. അപ്പോൾ h nu വന്ന് വീണാൽ മോളിക്യൂൾ വിൽ അബ്സോർബ്, അത് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് അത് എക്സൈറ്റ് ചെയ്യും. സോ ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ന്യൂ ഈസ് ടേംഡ് ആസ് Bohr frequency condition. So what is Bohr frequency condition? The molecule will excite from lower energy level to higher energy levels only when delta E equal to h nu. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, എച്ച് ന്യൂ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഒരു മോളിക്യൂൾ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ള എനർജി അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ ഡിഫറൻസ് എന്ത് ആയിരിക്കണം, എച്ച് ന്യൂവിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, സോ
ജസ്റ്റ് തിങ്ക് ദർ ഇസ് എ മോണോക്രോമാറ്റിക് റേഡിയേഷൻസ്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ്. മീൻ ഇറ്റ് ഫോൾസ് ഓൺ മാറ്റർ. ഒരു കുറേ റേഡിയേഷൻസ്, മോണോക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് ഇതിലേക്ക് വീണു. ഓക്കെ, സോ ദി മോളിക്യൂൾ വിൽ അബ്സോർബ് റേഡിയേഷൻ, അബ്സോർബ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളത് മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക. കുറച്ച് പേര് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അതായത് കുറച്ച് പേരെ ഇത് അബ്സോർബ് ചെയ്തു അല്ലേ. അപ്പോൾ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞു വെച്ചാൽ ഫസ്റ്റ് ഇതിനൊരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു I0 ആയിരുന്നു ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻസ്. ദെൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കുറയും അല്ലേ. I1 അല്ലെങ്കിൽ IX എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ഇൻറ്റൻസിറ്റി എന്ത് കുറയും. ഇൻറ്റൻസിറ്റി അബ്സോർബ് ചെയ്തത് കാരണം ഇൻറ്റൻസിറ്റി കുറയും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇൻറ്റൻസിറ്റി അല്ലേ. കുറച്ച് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇൻറ്റൻസിറ്റി കുറയും. സോ ദ മോളിക്യൂൾ അബ്സോർബ് റേഡിയേഷൻ. അല്ല, നമ്മൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് ഒക്കെയാണ് വിചാരിച്ചോളൂ. പല ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മോളിക്യൂള് ഏത് റേഡിയേഷനാണ് അബ്സോർബ് ചെയ്യുള്ളൂ? അതിൻ്റെ എനർജി ഡിഫറൻസ് Hnu ആയിട്ടുള്ള, ഇതിൽ ഏതിൻ്റെ Hnu ആണോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ΔEക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനെ മാത്രമേ ഈ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുള്ളൂ അല്ലേ. ബാക്കിയുള്ള റേഡിയേഷൻ പുറത്തു വിടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലും അപ്പോൾ ഏതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്? ആ ഇൻറ്റൻസിറ്റി ഓഫ് പെർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് കുറയുന്നത്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഫ്രീക്വൻസി. വേറെ മിക്സർ ഓഫ് റേഡിയേഷൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ളവർ. അപ്പോൾ ഏതാണോ അബ്സോർബ് ചെയ്തത് അതിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രമാണ് കുറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് അബ്സോർബ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്താൽ മതി. സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അബ്സോർബ്ഡ് റേഡിയേഷനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. വി ക്യാൻ മെഷർ ദ അബ്സോർബ്ഡ് റേഡിയേഷൻ and the plot is termed as absorption spectrum. അബ്സോർബ് ചെയ്ത റേഡിയേഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്ലോട്ട് ചെയ്യുന്ന സ്പെക്ട്രമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കേസിൽ മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നു. അതിലേക്ക് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഫോളോ ചെയ്തപ്പോൾ അത് എക്സൈറ്റ് ചെയ്തു അല്ലേ. സോ ഹിയർ E2 മൈനസ് E1 ഈക്വൽ ടു ΔE വിച്ച് ഈസ് ഈക്വൽ ടു Hnu. അബ്സോർബ് ചെയ്തു. അപ്പോൾ ഇത് മെഷർ ചെയ്താൽ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര കിട്ടും. Now suppose the molecule is at E2 ലെവലിലാണ് ആൾറെഡി മോളിക്യൂൾ ഇരിക്കുന്നത്. ഓക്കെ, മോളിക്യൂൾ E2 ലെവലിലാണ്. പക്ഷേ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അതിനെന്ത് വേണം? താഴേക്ക് വരണം. അപ്പോൾ ഹൈ എനർജി ഉള്ള ഒരാൾക്ക് താഴെ, ഇത് ലോവർ എനർജിയാണ്, അതിൻ്റെ എനർജി കളഞ്ഞാൽ മാത്രമേ അതിനിങ്ങോട്ട് താഴത്തേക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ. എനർജി കളയാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ദാറ്റ് ക്യാൻ എമിറ്റ് റേഡിയേഷനെ എമിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എമിറ്റ് ചെയ്ത റേഡിയേഷൻ ഈ ഒരു ഗ്യാപ്പിന് ഈക്വൽ ആണെങ്കിൽ അതിങ്ങോട്ടേക്ക് എത്തും. അല്ല, എമിറ്റ് ചെയ്ത റേഡിയേഷൻ ഒരു ഈ ഗ്യാപ്പിന് ഈക്വൽ ആവുന്നുള്ളെങ്കിൽ ഇങ്ങോട്ട് എത്തുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റേഡിയേഷനെ അത് എമിറ്റ് ചെയ്താൽ, ദാറ്റ് ഈസ് ΔE ഈക്വൽ ടു Hnu ആയിട്ടുള്ളൊരു റേഡിയേഷനെ എമിറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ദ മോളിക്യൂൾ വിൽ കം ബാക്ക് ടു ദി E1 സ്റ്റേറ്റ്. ഇവിടെയും E2 മൈനസ് E1 എന്ന് പറയുന്നത് Hnu ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? എമിഷനാണ്. റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെ എമിഷനെ നമുക്ക് ഏത് റേഡിയേഷനാണ് എമിറ്റ് ചെയ്തതെന്ന് നമ്മൾ സ്പെക്ട്രോമീറ്റർ വെച്ച് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന പ്ലോട്ടിനെ നമ്മൾ എമിഷൻ സ്പെക്ട്ര എന്ന് പറയും. മനസ്സിലായോ? ആദ്യം അബ്സോർപ്ഷൻ, നമ്മൾ ഓൾറെഡി റേഡിയേഷൻസ് കൊടുക്കും. അപ്പോൾ മോളിക്യൂൾ അബ്സോർബ് ചെയ്യും. ആ ഏതാണ് അബ്സോർബ് ചെയ്ത് മെഷർ ചെയ്യുന്ന സ്പെക്ട്രമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി ഓൾറെഡി മോളിക്യൂൾ ഹയർ എനർജി ലെവലാണ്, അത് റേഡിയേഷനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴേക്ക് വരാം. അപ്പോൾ ആ റേഡിയേഷനെ മെഷർ ചെയ്യുന്നതാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി നമ്മൾ സ്പെക്ട്രം മെഷർ ചെയ്യുമ്പോൾ ഗ്രാഫ് എപ്പോഴും അബ്സോർബൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുക. അബ്സോർബൻസ് A എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു log I0/Ix എന്ന് പറയും. Absorbance is equal to log I0/Ix, where I0 means the intensity of incident radiation, Ix is the intensity of emitted radiation. I0 പറഞ്ഞാൽ ആദ്യത്തേത്, പിന്നെ ഉള്ളത് അതായത് ഇൻറ്റൻസിറ്റി കുറയും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ലോഗാണ് അബ്സോർബൻസ്. അതാണ് നമ്മൾ മെഷർ ചെയ്യണത്.
സോ നമ്മൾ എന്ത് ചെയ്യും, സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ IX എന്ന് പറഞ്ഞു വെച്ചാൽ ആ മോളിക്യൂൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, IX മെഷർ ചെയ്തു, അതിൻ്റെ ലോഗ് കണ്ടുപിടിച്ചാൽ നമുക്ക് A കിട്ടും, അബ്സോർബൻസ്. വെൻ ദാറ്റ് അബ്സോർബൻസ് ഈസ് മെഷേർഡ് അഗെയിൻസ്റ്റ് ലാംഡ, വേവ് ലെങ്ത്തിന് അഗെയിൻസ്റ്റ്, വേവ് ലെങ്തോ അല്ലെങ്കിൽ വേവ് നമ്പറോ ആണ് നമ്മൾ എപ്പോഴും പ്ലോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രാഫ് കിട്ടും. ഓക്കെ, സോ ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അബ്സോർപ്ഷൻ സ്പെക്ട്രയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. വെൻ ഇറ്റ് ഈസ് അബ്സോർബൻസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ, അതായത് ഈ ഒരു ലാംഡയിൽ മോളിക്യൂൾ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. അതായത് ഇത്രയും വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷനെ മോളിക്യൂൾ അബ്സോർബ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് അബ്സോർബൻസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത്തും നമ്മൾ ചെയ്യാറുണ്ട്. വേറൊന്നാണ് ട്രാൻസ്മിറ്റൻസ് മെഷർ ചെയ്യുക. ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ്. പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് ഈസ് ഈക്വൽ ടു IX/I0 ആണ്. അതാണ് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ്. വേർ ടി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ്, ടി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് T = IX/I0. അപ്പോൾ അങ്ങനെയും നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്മിറ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നോക്കൂ, ഇതിൽ അബ്സോർബ് ചെയ്യാത്ത റേഡിയേഷൻസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു പർട്ടിക്കുലർ റേഡിയേഷൻസ് മോളിക്യൂൾ അബ്സോർബ് ചെയ്തു, ആ അബ്സോർബ് ചെയ്തത് ഒരിക്കലും ട്രാൻസ്മിറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിപ്പായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ വീണ്ടും കുറച്ച് റേഡിയേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്ത് വരും. അപ്പോൾ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് എഗെയിൻസ്റ്റ് ന്യൂ ബാർ, വേവ് നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക പ്ലോട്ട്. ഓക്കെ, പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻ അഗെയിൻസ്റ്റ് വേവ് നമ്പർ. അതായത് ഈ ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്തു, അതുകൊണ്ട് അവിടെ വരുന്നില്ല, വാല്യൂ വരുന്നില്ല, ഇത് പർട്ടിക്കുലർ വാല്യൂ അല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ട്രാൻസ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്, ഈ റീജിയനിൽ അബ്സോർബ് ചെയ്തു എന്നാണ് അർത്ഥം. ഇവിടെ ഇത്രയും റീജിയനിൽ അബ്സോർബ് ചെയ്തു. സോ ദിസ് ഈസ് അബ്സോർബൻസ് അഗെയിൻസ്റ്റ് വേവ് ലെങ്ത്, ഇത് പെർസെൻറ്റേജ് ട്രാൻസ്മിഷൻ അഗെയിൻസ്റ്റ് ന്യൂ ബാർ. ഈ രണ്ടും നമ്മൾ മെഷർ ചെയ്യും. ഇത് രണ്ടും അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് കേട്ടോ. ഇവിടെയും അബ്സോർപ്ഷനാണ്, ഇവിടെയും അബ്സോർപ്ഷനാണ്. പക്ഷേ ഇവിടെ നമ്മൾ മെഷർ ചെയ്തത് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റാണ്. ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് പറഞ്ഞാൽ അവിടെ അബ്സോർബ് ചെയ്ത ലൈറ്റ് കാണില്ലല്ലോ, അതാണ് ഇവിടെ ഡിപ്പ് വന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് അബ്സോർപ്ഷൻ സ്പെക്ട്ര. ദെൻ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. എമിഷൻ സ്പെക്ട്ര പറഞ്ഞാൽ ഇതിൻ്റെ നേരെ കോംപ്ലിമെൻ്ററി ആണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രയുടെ നേരെ കോംപ്ലിമെൻ്ററി ആണ് എമിഷൻ സ്പെക്ട്ര. ഓക്കെ, സോ ഇവിടെ ടീച്ചർ എമിഷൻ പറഞ്ഞു, പക്ഷേ ഇത് എമിഷൻ സ്പെക്ട്ര അല്ല കേട്ടോ, ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ്. അബ്സോർബൻസ് അഗെയിൻസ്റ്റ് ലാംഡ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെർസെൻറ്റേജ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ, ദെൻ എമിഷൻ സ്പെക്ട്ര അതിൻ്റെ നേരെ കോംപ്ലിമെൻ്ററി ആയിരിക്കും. ആൻഡ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടിയിട്ടാണ് നമ്മൾ മോളിക്യൂളിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം ദ അപ്പിയറൻസ് ഓഫ് ദ സ്പെക്ട്രം ആൻഡ് ദ ഷേപ്പ് ആൻഡ് അപ്പിയറൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സ്പീഷീസ്. ഏതാണോ സ്പീഷീസ് അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദ ഷേപ്പ് ഓഫ് ദ സ്പെക്ട്രം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ. കാരണം ഇങ്ങനെ ഒരു സ്പെക്ട്രം കിട്ടാനുള്ള കാരണം എനർജി ലെവൽസിൽ എക്സൈറ്റേഷനാണ് അല്ലേ. എനർജി ലെവൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രക്ചർ. ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓരോ പർട്ടിക്കുലർ സ്ട്രക്ചറുള്ള മോളിക്യൂളിന് പർട്ടിക്കുലർ എനർജി ലെവൽസാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സ്പെക്ട്രം നോക്കിയാൽ നമുക്ക് എനർജി ലെവൽസ് മനസ്സിലാക്കാൻ പറ്റും, അതിന് നമുക്ക് സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ദ മോളിക്കുലർ സ്പെക്ട്ര ക്യാൻ പ്രൊവൈഡ് എ ക്ലിയർ പിക്ചർ റിഗാർഡിംഗ് ദി സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം മോളിക്യൂള് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പം മോളിക്യൂളിൻ്റെ നേച്ചർ അനുസരിച്ചുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുക. അതിൻ്റെ എനർജി ലെവൽസിനനുസരിച്ചുള്ള റേഡിയേഷനാണ് അത് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അത് എമിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പെക്ട്രം കണ്ടാൽ ആ മോളിക്യൂളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, സ്കാറ്റർ ചെയ്യാം, കുറേ ഉണ്ട്. അബ്സോർപ്ഷൻ സ്പെക്ട്രയിൽ നമ്മൾ അബ്സോർപ്ഷൻ മെഷർ ചെയ്യുന്നു, എമിഷൻ സ്പെക്ട്രയിൽ നമ്മൾ എമിഷൻ സ്പെക്ട്ര ചെയ്യുന്നു. ഇനി രാമൻ സ്പെക്ട്ര പറയുന്നുണ്ട്, അവിടെ നമ്മൾ സ്കാറ്ററിംഗ് ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ റേഡിയേഷൻ ഇവിടെ സ്കാറ്റർ ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത റേഡിയേഷനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി. അങ്ങനെ വേരിയസ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഉണ്ട്. ബൈ യൂസിങ് ദസ് ടെക്നിക്സ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദി സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ. വൈ സ്ട്രക്ചർ എനർജി ലെവൽസിനെ എനർജി ലെവൽസിന് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പെക്ട്രം നമുക്ക് കിട്ടുന്നു. സോ വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾ.
സോ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചുള്ള ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അബ്സോർപ്ഷൻ നടക്കാം, എമിഷൻ നടക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതിന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസും പറഞ്ഞു. ആദ്യം നമ്മൾ പഠിച്ചത് മോളിക്യൂളിന് എനർജി ലെവൽസ് ഉണ്ട് അല്ലേ. അതിനെ നമ്മൾ എന്താ പറയുക, ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഡെൽറ്റ ഇ. രണ്ട് ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഉള്ളിലാണ് വൈബ്രേഷണൽ എനർജി ലെവൽസ് അല്ലേ. അതിനെ നമ്മൾ ഡെൽറ്റ വി എന്ന് പറയാം. രണ്ട് വൈബ്രേഷണൽ എനർജി തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. ഡെൽറ്റ ഇയേക്കാൾ കുറവാണ് ഡെൽറ്റ വി, കാരണം ഇതിൻ്റെ ഉള്ളിലാണല്ലോ വൈബ്രേഷണൽ എനർജി ലെവൽസ്. നമുക്കറിയാം വൈബ്രേഷണൽ എനർജി ലെവൽസിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്, റൊട്ടേഷണൽ എനർജി ലെവൽസ്. അവരുടെ ഡിഫറൻസിനെ നമ്മൾ ഡെൽറ്റ ജെ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ വി ഗ്രേറ്റർ. എന്താണിത്? ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ഇലക്ട്രോണിക് എനർജി ലെവൽസ്, ദിസ് വൈബ്രേഷണൽ എനർജി ലെവൽ, ദെൻ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ റൊട്ടേഷണൽ എനർജി ലെവൽസ്. എന്നാൽ നോക്കൂ, അപ്പോഴാണ് ഇനി നമ്മൾ ബോറിനെ കുറിച്ച് എന്താ ബോർ പറഞ്ഞത്, ഡെൽറ്റ ഇ മസ്റ്റ് ബി എച്ച് ന്യൂ. അതായത് ഇതാണ് ഡെൽറ്റ, ഇതെല്ലാം ഡെൽറ്റ ഇ ആണ്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഡെൽറ്റ ഇ ആണ്. ഇതും ഡെൽറ്റ ഇ ആണ്, ഇതും ഡെൽറ്റ അല്ലെ. എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത് ഇലക്ട്രോണിക് എനർജി ലെവൽ, വൈബ്രേഷണൽ, റൊട്ടേഷണൽ, ആ വ്യത്യാസമുള്ളൂ. എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ഇ, ഡിഫറൻസ് ഇൻ എനർജി. അപ്പോൾ ഡെൽറ്റ ഇ എച്ച് ന്യൂ ആയിട്ടുള്ള റേഡിയേഷൻസ് ഇതിലേക്ക് ഫോൾ ചെയ്താൽ അത് മോളിക്യൂൾ വിൽ അബ്സോർബ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ നോക്കൂ, നല്ല എനർജി കിട്ടണം അല്ലേ. അത്ര വേണ്ട വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കാൻ, അത്രയും വേണ്ട റൊട്ടേഷണൽ എനർജി ലെവൽസ് അതായത് കുറഞ്ഞൊരു എനർജിയാണ് മോളിക്യൂളിൽ വന്ന് വീഴുന്നത് വെച്ചാൽ ആദ്യം എന്താ നടക്കുക, റൊട്ടേഷനാണ് നടക്കുക, റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കുക. അതിനേക്കാൾ കുറച്ചുകൂടി എനർജി ഉള്ള ഒരു റേഡിയേഷനാണ് വീഴുന്നത് വെച്ചാൽ അവിടെ എന്ത് നടക്കും, വൈബ്രേഷണൽ ട്രാൻസിഷൻസ് നടക്കും, കൂടെ റൊട്ടേഷണലും നടക്കും അല്ലേ. ഇനി കുറച്ചും കൂടി നല്ല എനർജി ഉള്ള റേഡിയേഷനാണ് വീഴുന്നത് എങ്കിൽ അവിടെ എന്താ നടക്കുക, ഇലക്ട്രോണിക് എനർജി ട്രാൻസിഷൻസ് ആണ് നടക്കുക. ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുക്കാം. റേഡിയോ വേവ്സ് വേണ്ട, കാരണം ലോവർ എനർജിയാണ് അവർക്ക്. പിന്നുള്ളതാണ് മൈക്രോവേവ്. ഓക്കെ, അതിന് എനർജി കുറവാണ്. ദെൻ ഇൻഫ്രാറെഡ്, പിന്നെ കുറവുള്ളത് വിസിബിൾ. ഓക്കെ, പിന്നെ കുറച്ചുകൂടി കൂടുതലുള്ളതാണ് യു വി, അൾട്രാ വയലറ്റ്. ഇതാണല്ലോ എനർജി ഓർഡർ. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, മൈക്രോവേവ് കുറഞ്ഞ എനർജി ഉള്ള ഒരാൾ, മൈക്രോവേവിൻ്റെ എനർജി കുറവാണല്ലോ, വേവ് ലെങ്ത് കൂടുതൽ. അപ്പോൾ ഏതാ നടക്കുക, റൊട്ടേഷണൽ എനർജി ലെവൽ ട്രാൻസിഷനാണ് നടക്കുക. അല്ല, IR ആണ് ഒരു മോളിക്യൂളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് എങ്കിൽ ഏതാ നടക്കുക, വൈബ്രേഷണൽ എനർജി ട്രാൻസിഷൻസ് ആണ് നടക്കുക. ഓക്കെ, ഇനി വിസിബിളോ യു വി ആണോ വന്ന് ഫോളോ ചെയ്യണമെങ്കിൽ ഡെൽറ്റ ഇ ട്രാൻസിഷൻ. അപ്പോൾ എനർജി കൂടിയ വൈബ്രേഷനാണ് വന്ന് വീഴുന്നത് എങ്കിൽ അപ്പോഴാണ് ഈ ഫ്രീക്വൻസി കണ്ടീഷൻ ഒബേ ചെയ്യുക, ഇത് നടക്കും. അല്ല, കുറഞ്ഞ എനർജി ഉള്ള ഒരു മോളിക്യൂളോ ആണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്കിൽ, ഒരു റേഡിയേഷനായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതാണ് നടക്കുക. So based on this, there are different types of spectroscopic technique. So first we want to deal with the microwave spectra. Microwave spectra. എന്താണ് മൈക്രോവേവ് സ്പെക്ട്ര അല്ലെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? When absorption of radiation is in the microwave region, that is absorption of radiation in the microwave region can cause, അതായത് ഒരു മോളിക്യൂൾ മൈക്രോവേവ് ആണ് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്താ നടക്കുക, that can cause ട്രാൻസിഷൻ ബിറ്റ്വീൻ ഏത് ലെവലാണ് നടക്കുക, റൊട്ടേഷണൽ എനർജി ലെവൽസ്, ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് rotational spectra or microscopic spectra. That is, absorption of radiation in the microwave region can cause transition between rotational energy levels. മനസ്സിലായോ? മൈക്രോവേവ് റേഡിയേഷൻ ആണ് ഒരു മോളിക്യൂളിൽ ഫോളോ ചെയ്യണമെങ്കിൽ അപ്പോൾ അവിടെ എന്ത് നടക്കും, there occurs transition from rotational energy levels. So such spectra, resulting spectra is called microwave spectra എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളതിനെ rotational spectra എന്ന് പറയും. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് മൈക്രോവേവ് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റേഡിയേഷൻസാണ് യൂസ് ചെയ്യുന്നത്, മൈക്രോവേവ് റേഡിയേഷൻസാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ റൊട്ടേഷണൽ ട്രാൻസിഷൻസാണ് നടക്കുക, കാരണം എനർജി കുറവുള്ള ട്രാൻസിഷൻസ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ആണ്. സോ ദ നെയിം റൊട്ടേഷണൽ സ്പെക്ട്ര, മൈക്രോവേവ് സ്പെക്ട്ര ഓർ റൊട്ടേഷണൽ സ്പെക്ട്ര. അപ്പോൾ മോളിക്യൂള് മൈക്രോവേവുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കും. പക്ഷേ എല്ലാ മോളിക്യൂളും ഈ മൈക്രോവേവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. അതിന് കുറച്ച് റൂളുണ്ട്. ദാറ്റ് ഈസ് ദ മോളിക്യൂൾ which possess a permanent dipole moment.
molecule which possess a permanent dipole moment can only interact with microwave radiations and can have rotational transition. മനസ്സിലായോ? അപ്പോൾ മൈക്രോവേവ് ആണ് വന്ന് ഫോൾ ചെയ്യണമെങ്കിൽ മോളിക്യൂളിൽ റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കും. അപ്പോൾ കിട്ടുന്ന സ്പെക്ട്രയാണ് മൈക്രോവേവ് സ്പെക്ട്ര ഓർ റൊട്ടേഷണൽ സ്പെക്ട്ര. ദെൻ ഫോർ മൈക്രോവേവ് അബ്സോർപ്ഷൻ the molecule must have permanent dipole moment. I repeat, absorption of radiation in the microwave region can cause transition in the rotational energy levels. Such spectra is called microwave spectra or rotational spectra, and for this the molecule must have a permanent dipole moment. Next is infrared spectra അല്ലെങ്കിൽ infrared spectroscopy എന്ന് പറയും. So when absorption of radiations is in the infrared region, infrared radiation ആണ് അബ്സോർബ് ചെയ്യുന്നത് എങ്കിൽ the molecule will undergo ഏതാണ് വൈബ്രേഷണൽ ട്രാൻസിഷൻ, വൺ വൈബ്രേഷണൽ എനർജി ലെവൽ ടു ഹയർ. സോ അത്രയും എനർജി വരുന്നുണ്ട് അല്ലേ, മൈക്രോവേവിനേക്കാൾ കൂടുതൽ എനർജിയുള്ള റേഡിയേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ദ മോളിക്യൂൾ വിൽ അണ്ടർഗോ വൈബ്രേഷണൽ എനർജി ലെവൽ ട്രാൻസിഷൻ. സച്ച് സ്പെക്ട്ര ഇസ് ടേംഡ് ആസ് ഇൻഫ്രാറെഡ് സ്പെക്ട്ര. ആ ടെക്നിക്കിനെ പറയുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും, അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. അപ്പോൾ നോക്കൂ, വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുകയാണ്. ഇതാണ് വൈബ്രേഷണൽ എനർജീസ് ലെവൽസ് V0 V1. അതിൻ്റെ ഉള്ളിലാണ് റൊട്ടേഷണൽ എനർജി ലെവൽസ് അല്ലേ. സോ വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തും നടക്കുന്നുണ്ട്, റൊട്ടേഷണൽ എനർജി ട്രാൻസിഷൻസും നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ ടേംഡ് ആസ് വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നുകൂടി ഇതിന് പറയും. കാരണം വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു റൊട്ടേഷണൽ അല്ലേ, റൊട്ടേഷണൽ ട്രാൻസിഷനും നടക്കുന്നുണ്ടല്ലോ. സോ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ദെൻ ഇതിനൊരു ക്രൈറ്റീരിയ പറഞ്ഞു, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണം എന്നുള്ളത് അല്ലേ. ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈ മോളിക്യൂളിൽ വന്നു കഴിഞ്ഞാൽ മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ റേഡിയേഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ മാത്രമേ അത്തരം മോളിക്യൂൾസ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി തരുള്ളൂ. അതായത് മോളിക്യൂളിന് ഒരു ഡൈപോൾ മൊമെൻറ്റ് വേണമെന്നില്ല, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണ്ട, പക്ഷേ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വരണം എങ്കിൽ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ ട്രാൻസിഷൻ നടക്കും. മനസ്സിലായോ? ഇവിടെ മോളിക്യൂളിന് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉള്ള മോളിക്യൂൾ മാത്രമേ മൈക്രോവേവ് സ്പെക്ട്ര തരുള്ളൂ. ഇവിടെ മോളിക്യൂളിന് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണമെന്നില്ല. ബട്ട് ഡ്യൂറിങ് ഇറ്റ്സ് വൈബ്രേഷൻ ഇറ്റ് മസ്റ്റ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. അത്തരം മോളിക്യൂൾസ് മാത്രമാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പം മനസ്സിലായോ? മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മോളിക്യൂളിനനുസരിച്ചിട്ടായിരിക്കും ഏത് സ്പെക്ട്രോസ്കോപ്പി തരണം, ഏത് സ്പെക്ട്ര തരണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഏത് സ്പെക്ട്രയാണോ തരുന്നത് അതിനനുസരിച്ച് നമുക്ക് മോളിക്യൂൾ ഏതാ മനസ്സിലാക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾമെൻറ്റ് ഉണ്ടാവുകയാണെങ്കിലാണ് അത് ഇൻഫ്രാറെഡ് സ്പെക്ട്രയെ അബ്സോർബ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സോ മൈക്രോവേവ് നമ്മൾ ഉപയോഗിച്ചു IR. സോ ദിസ് ഈസ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഇനി കുറച്ചുകൂടി ഹയർ എനർജിയുള്ള വിസിബിൾ ആണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി രാമൻ സ്പെക്ട്രോസ്കോപ്പി. പക്ഷേ ഒരിക്കലും അതിന് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയില്ല, അത് വേറെ കാര്യമുണ്ട് കേട്ടോ. കാരണം രാമൻ സ്പെക്ട്രോസ്കോപ്പി ദാറ്റ് ഈസ് മെഷറിങ് ദ സ്കാറ്റേർഡ് ലൈറ്റ്. മറ്റേതിലൊക്കെ അബ്സോർബ്ഡ് ലൈറ്റ് അല്ലേ മെഷർ ചെയ്യുന്നത്, ഇത് സ്കാറ്റേർഡ് ലൈറ്റാണ് മെഷർ ചെയ്യുന്നത്. അപ്പോഴുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. ഓൾസോ അണ്ടർഗോ വൈബ്രേഷണൽ റൊട്ടേഷണൽ ട്രാൻസിഷൻ. രാമൻ സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് വൈബ്രേഷണൽ റൊട്ടേഷൻ ട്രാൻസിഷൻ ആൻഡ് ഇറ്റ് മെഷേഴ്സ് സ്കാറ്റേർഡ് ലൈറ്റ്. സ്കാറ്റേർഡ് ലൈറ്റാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്, വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. Vibrational Raman spectroscopy means vibrational transition occur when radiations falls on matter, and അങ്ങനെ radiations matterൽ വന്ന് വീഴുമ്പോൾ that will interact with the electric field vector and there occurs perturbation in the molecule. Perturbation എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഒന്ന് പെർട്ടർബ് ചെയ്യുക. ഓക്കെ, ഒരു എന്തായാലും പറയുക, അതൊരു പെർട്ടർബ് ചെയ്യുക പറഞ്ഞ മീൻസ് മലയാളത്തിൽ അതിനൊരു ശല്യമായിട്ട് അതിനൊരു മാറ്റം വരിക. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ദർ ഒക്കേഴ്സ് വൈബ്രേഷണൽ ട്രാൻസിഷൻ ആൻഡ് ഹിയർ വി ആർ മെഷറിങ് ദ എനർജി ഓഫ് ദ സ്കാറ്റേർഡ് റേഡിയേഷൻ.
ഓക്കെ. അപ്പോൾ വിസിബിൾ ലൈറ്റാണ്, വിസിബിൾ ലൈറ്റിൽ അതായത് സ്കാറ്റേർഡ് വിസിബിൾ ലൈറ്റാണ്, അത് സ്കാറ്റേർഡ് ലൈറ്റാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ പഠിക്കും കേട്ടോ. ദാറ്റ് ഈസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. ഇറ്റ് ഓൾസോ അണ്ടർഗോ വൈബ്രേഷണൽ റൊട്ടേഷണൽ ട്രാൻസിഷൻ ആൻഡ് വി ആർ മെഷറിംഗ് സ്കാറ്റേർഡ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നമ്മൾ നേരത്തെ രണ്ട് പറഞ്ഞത് അബ്സോർപ്ഷനാണ്, ഇത് സ്കാറ്ററിംഗ് ലൈറ്റാണ്. കാരണം വെൻ വിസിബിൾ ലൈറ്റ് ഫോൾസ് ഓൺ എ മെറ്റീരിയൽ ഇറ്റ് വിൽ ഇൻട്രാക്ട് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് ദ റിക്വേഴ്സ് പെർട്ടർബേഷൻ ഇൻ ദ മോളിക്യൂൾ ആൻഡ് ഓൾസോ വൈബ്രേഷണൽ ട്രാൻസിഷൻസ്. ഇവിടെയും വൈബ്രേഷൻ നടക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷനെ മെഷർ ചെയ്യുന്നു. അതാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമ്മൾ മൈക്രോവേവ് സ്പെക്ട്ര പഠിച്ചു, ഇൻഫ്രാറെഡ് സ്പെക്ട്ര പഠിച്ചു, പിന്നെ വിസിബിളിൽ വരുന്നതാണ് രാമൻ. ദെൻ അടുത്തത് അൾട്രാവയലറ്റ് ഹൈ എനർജി റേഡിയേഷൻസ് ആണ്. അൾട്രാവയലറ്റ് വിസിബിൾ, ഈ രണ്ടും കൂടി അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി എനർജി കൂടുതലായി പറഞ്ഞു വെച്ചാൽ അവിടെ എന്ത് നടക്കുന്നു? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത് അല്ലേ. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ ഇവഞ്ച്വലി ഇത് റിക്വേഴ്സ് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ ട്രാൻസ്. അപ്പോൾ ഹൈ എനർജി വരുന്ന റേഡിയേഷൻസ് വരുമ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ വിൽ occur. Such spectra is termed as ultraviolet visible spectra or electronic spectra. That is the absorption of radiations in the ultraviolet visible region can cause transition from one energy levels to another electronic energy levels. So such spectra is termed as electronic spectra. Electronic energy levels ലുള്ള ട്രാൻസിഷൻ നടന്നിട്ട് കിട്ടുന്ന സ്പെക്ട്രയാണ് ഇലക്ട്രോണിക്. അത് എപ്പോഴേ നടക്കുള്ളൂ? ഹൈ എനർജി ആയിട്ടുള്ള അൾട്രാവയലറ്റോ വിസിബിളോ റേഡിയേഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഓർ ഇലക്ട്രോണിക് സ്പെക്ട്ര. ഓക്കെ, അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്ര ഓർ ഇലക്ട്രോണിക് സ്പെക്ട്ര. അപ്പോൾ ഹൈ എനർജി റേഡിയേഷൻസ് വന്നാൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. ആൻഡ് ദർ ഈസ് അനദർ NMR സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. Here we are measuring the nuclear transition. ന്യൂക്ലിയസ് വൺ ലെവലിൽ നിന്ന് അനദർ ലെവലിലേക്കുള്ള ട്രാൻസിഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഡിഫറെൻറ്റ് എനർജി റേഡിയേഷൻസ്, യൂഷ്വലി റേഡിയോ ഫ്രീക്വൻസി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയർ എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കും. അങ്ങനെ മെഷർ ചെയ്യുന്ന സ്പെക്ട്രാണ് NMR. ഇതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ NMRൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്. Then there is another one, electron spin resonance spectroscopy, ESR, electron spin resonance spectroscopy. Here also unpaired electrons ഉള്ള സിസ്റ്റത്തിൽ ഇങ്ങനെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. മൈക്രോവേവ് റീജിയൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. മൈക്രോവേവ് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ES. അപ്പോൾ ഇത്രയും സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് നമുക്ക് കൂടുതലായി പഠിക്കാനുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഏതൊക്കെയായിരുന്നു? മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, രാമൻ സ്പെക്ട്ര, അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, NMR ആൻഡ് ESR. ഡിഫറെൻറ്റ് സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടിയും പഠിക്കാനുണ്ട്. ബോൺ ഒപ്പൻഹീമർ അപ്രോക്സിമേഷൻ. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബോൺ ഒപ്പൻഹീമർ അപ്രോക്സിമേഷൻ, അതായത് ന്യൂക്ലിയസിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, സീറോ ആക്കി എടുത്തു, അതാണ് അല്ലേ. ദാറ്റ് മീൻസ് എ മോളിക്യൂൾ മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 ന്യൂക്ലിയസ്. ഒരു മോളിക്യൂൾ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കണം. ആൻഡ് 1 ഇലക്ട്രോൺ ഓർ മോർ. ഏറ്റവും ചെറിയ മോളിക്യൂളാണ് പറഞ്ഞാൽ 1 ഇലക്ട്രോണെങ്കിലും ഉണ്ടായിരിക്കും, 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കണം അല്ലേ. സോ നമുക്കറിയാം ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ ദ മോസ്റ്റ് ഓഫ് ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനാണ് ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് അല്ലേ. മോസ്റ്റ് ഓഫ് ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ് എന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മാസ് ഈസ് അറ്റ് the nucleus, but the mass of electron is very very less when compared to the mass of ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കാര്യങ്ങൾ അറിയാം. ന്യൂക്ലിയസ് മാസ് കൂടുതലാണ്, ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ മാസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് വളരെ കുറവായിരിക്കും അല്ലേ. ന്യൂക്ലിയസിൻ്റെ സ്പീഡ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോണിൻ്റെ സ്പീഡ് നോക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ബോണും ഓപ്പൻഹീമറും ഇങ്ങനെയാണ് പറഞ്ഞത്. സോ ഇൻ ദെയർ അപ്രോക്സിമേഷൻ ദ മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് സോ സ്ലോ വെൻ കമ്പയർഡ് ടു ദി സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ.
motion of the, according to their approximation, the motion or the speed of the nucleus is very slow when compared to the speed of the electrons. Hence its motion is taken as 0. 0 means the nucleus is at rest എന്നുള്ളതാണ് അപ്രോക്സിമേഷൻ. ന്യൂക്ലിയസ് മൂവ് ചെയ്യുന്നില്ല, ന്യൂക്ലിയസ് അവിടെ നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇലക്ട്രോണിൻ്റെ സ്പീഡ് നോക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്പീഡ് വളരെ നെഗ്ലിജിബിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് റസ്റ്റിലാണ് എന്ന് പറയുന്നു. എന്തിനാ ആക്ച്വലി ഇതല്ല, ശരിയല്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്? ഈ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, അതിനെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അത് സോൾവ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ എല്ലാ ടേംസും നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സിംപ്ലി ആയിട്ടുള്ള ഹൈഡ്രജൻ മോളിക്യൂളിനെ വളരെ കുറേ സമയം എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയ വലിയ മോളിക്യൂളിലൊക്കെ, കാരണം 2 ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് കൂടുമ്പോൾ ഈ ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള റിപ്പൾഷൻ, ഒരു ഇലക്ട്രോണും മറ്റേ ന്യൂക്ലിയസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അത് തമ്മിലുള്ള റിപ്പൾഷൻ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കൂടുമ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചൊരു ഇങ്ങനെ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഈ അപ്രോക്സിമേഷൻസ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയൻ എഴുതുമ്പോൾ -s²/8π² del² എന്നൊക്കെയുള്ള ടേം ഇല്ലേ, അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ കാരണം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, നമ്മളുടെ വർക്ക് ഈസി ആക്കാൻ. എന്നാൽ അത് എനർജിയെ അത്രത്തോളം ബാധിക്കില്ല. കാരണം എന്താണ്, വെറുതെ അങ്ങോട്ട് അപ്രോക്സിമേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റീസൺ ഉണ്ട്. ഇലക്ട്രോണിൻ്റെ സ്പീഡ് നോക്കുമ്പോൾ ഇത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തായി 0 ആക്കി എടുത്തു, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇസ് അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അല്ല എല്ലാ മോഷനും എല്ലാ അട്രാക്ഷനും കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ടിഡിയസ് ടു സോൾവ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതുകൊണ്ടാണ് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് എന്തിനാ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, എനർജി, ഏതൊരു സിസ്റ്റം ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആക്ച്വൽ എനർജിയിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഈ അതായത് നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ ആയിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഈ അപ്രോക്സിമേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. സോ വാട്ട് ഈസ് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ? According to this approximation, the movement of nucleus is very negligible when compared to the movement of electron. So the movement is taken as 0, that is the nucleus is at rest. അത് പറയുന്നതാണ് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ട് അല്ലേ, ഇലക്ട്രോണിക്, ട്രാൻസ്ലേഷണൽ, വൈബ്രേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവൽസ് എനർജി ഇലക്ട്രോണിക് എന്ന് പറയാം. വൈബ്രേഷണൽ എനർജി ലെവൽസ് ഇ വൈബ്രേഷണൽ, ആൻഡ് റൊട്ടേഷണൽ ഇ റൊട്ടേഷണൽ. നമുക്കറിയാം എനർജി ഓഫ് ഇലക്ട്രോൺ എനർജി ലെവൽസ് ആണ് കൂടുതൽ അല്ലേ. അതായത് ഡെൽറ്റ കൊടുക്കാം നമുക്ക്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഡെൽറ്റ ഇ ഡെൽറ്റ. സോ ഇതാണ് കൂടുതൽ. ദെൻ ഇത് കാരണം ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഇതൊക്കെ കിടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഓർഡർ എന്ന് പറഞ്ഞു. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് സ്പെക്ട്രോസ്കോപ്പിയിൽ ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി, ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇ ഇലക്ട്രോണിക് പ്ലസ് ഇ വൈബ്രേഷണൽ പ്ലസ് ഇ റൊട്ടേഷണൽ. അതാണ് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. So in this spectroscopic context, the Born Oppenheimer approximation is E total energy equal to E electronic plus E vibrational plus E rotational. So actually Born Oppenheimer approximation എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ്, ന്യൂക്ലിയസ് ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇൻ ദിസ് സ്പെക്ട്രോസ്കോപ്പിക് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് ടോട്ടൽ എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ദ സം ഓഫ് ഇലക്ട്രോണിക് എനർജി, വൈബ്രേഷണൽ എനർജി ആൻഡ് റൊട്ടേഷണൽ എനർജി, ബിക്കോസ് ദീസ് എനർജീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഇലക്ട്രോണിക് എനർജിയും വൈബ്രേഷനും തമ്മിൽ ഒരു ബന്ധമില്ല, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് നമുക്കിതിൻ്റെ സമ്മായി എഴുതാൻ പറ്റുന്നത്. അതാണ് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇ ഇലക്ട്രോണിക് പ്ലസ് ഇ വൈബ്രേഷണൽ പ്ലസ് ഇ റൊട്ടേഷണൽ. സോ ദ ചേഞ്ച് ഇൻ എനർജി can be represented as delta E total. Change in total energy is equal to delta E electronic plus delta E vibrational plus delta E rotational. ഇത്രയാണ് ബോൺ ഓപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. അപ്പോൾ നിങ്ങൾ എഴുതാൻ പറയുമ്പോൾ ഇതും എഴുതണം കേട്ടോ. സോ ടോട്ടൽ എനർജി ഇസ് ദ എനർജി ഓഫ് ഇലക്ട്രോണിക് പ്ലസ് വൈബ്രേഷണൽ പ്ലസ് റൊട്ടേഷണൽ.